നമസ്കാരം. സാക്ഷാൽ ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും എത്തുന്ന 10 നാളുകാരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും. സാക്ഷാൽ ഭദ്രകാളിയുടെ അനുഗ്രഹം ഈ നക്ഷത്ര ജാതകർക്ക് ഒപ്പമുണ്ടാകും. എത്ര വലിയ കഷ്ടപ്പാടുകളുണ്ടെങ്കിലും ആ കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ഒക്കെ തീർന്ന് ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അത്തരമൊരു വലിയ ഭാഗ്യത്തിലേക്ക്, നേട്ടത്തിലേക്ക്, സർവൈശ്വര്യത്തിലേക്ക് എത്തുന്ന 10 നക്ഷത്ര ജാതകർ. ഈ നക്ഷത്ര ജാതകരിൽ ഒരാളെങ്കിലും നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ ഈ കാര്യം ഒന്ന് എഴുതി വെച്ചോളൂ. ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ്, സർവൈശ്വര്യമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധ്യമാകും. ഇവർ ചെയ്യേണ്ടതായ ചില വഴിപാടുകളുണ്ട്, പോകേണ്ടതായ ചില ക്ഷേത്രങ്ങളുണ്ട്. തീർച്ചയായും ജീവിതം തിരിച്ചു പിടിക്കാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. ദേവിയുടെ അനുഗ്രഹം ഇവർക്കൊപ്പമുണ്ടാകും. ഓരോ നക്ഷത്ര ജാതകർക്കും ഈ ഒരു കാലയളവിൽ ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ എന്തൊക്കെയാണ്, ഇവരുടെ ജീവിതം ഏതൊക്കെ രീതിയിൽ വലിയ മാറ്റങ്ങളിലേക്ക് പോകും എന്നൊക്കെ വ്യക്തമായി നമുക്കറിയാം. നാളെ ചൊവ്വാഴ്ചയാണ്. മുത്തുമാരിയമ്മയ്ക്ക് പ്രത്യേക പൂജയുണ്ട്. ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുമ്പോൾ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കും, പൂജ ചെയ്യും. ഇപ്പോൾ തന്നെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. സർവൈശ്വര്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് എല്ലാ പ്രതിസന്ധികളും മാറി, എല്ലാ പ്രശ്നങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന ആ ആദ്യത്തെ നക്ഷത്രം ഒരുപക്ഷെ നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടാകാം. ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. ഈ നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടെങ്കിലും അവിടെ സർവൈശ്വര്യമായിരിക്കും. എന്നാൽ ഇവർക്ക് പലപ്പോഴും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ഒരുപാട് അനുഭവിക്കുന്നവരായിരുന്നു. എന്നാൽ ആ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി ധാരാളം പണം വന്നു ചേരാനും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഇവർക്ക് രക്ഷപ്പെടാനും സാധിക്കും. സാക്ഷാൽ മാരിയമ്മയുടെ, അമ്മ ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. ദുരിതങ്ങളൊക്കെ മാറി രക്ഷപ്പെടുന്ന സമയമാണ് ഇനി ഇവർക്ക്. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർതം നക്ഷത്രമാണ്. സാമ്പത്തികമായി വലിയ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണിത്. നിങ്ങളുടെ കടബാധ്യതകൾ തീർക്കാനും ധനപരമായ അഭിവൃദ്ധികൾ വന്നു ചേരാനും ഈ ഒരു കാലയളവ് സാധ്യമാകുന്ന സമയമാണ്. എല്ലാ രീതിയിലും പ്രയാസങ്ങളൊക്കെ മാറുന്നു. ജീവിതത്തിൽ ഒരുപാട് സന്തോഷം വന്നു ചേരുന്നു. ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നേടിയെടുക്കാൻ കഴിയുന്നു. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അച്ചിട്ടായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നടന്നു കിട്ടും. ശത്രുദോഷങ്ങളൊക്കെ മാറിക്കിട്ടും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം അനിഴമാണ്. സാക്ഷാൽ ഭഗവതിയുടെ അനുഗ്രഹം ഇവർക്കുണ്ടാകും. ഭഗവതിയുടെ പ്രത്യേക അനുഗ്രഹം ലഭിക്കുന്നവരാണ് അനിഴ നക്ഷത്ര ജാതകർ. തകർന്നു പോയെന്ന് കരുതിയ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. അനിഴത്തിൻ്റെ ഭാഗ്യസമയമാണ്. അനിഴത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഇനി വന്നു ചേരും. നിങ്ങളുടെ സർവൈശ്വര്യത്തിൻ്റെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം, നാലാമത്തെ നക്ഷത്രം, ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന നക്ഷത്രം, അത് ഭരണി നക്ഷത്രമാണ്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരും ധാരാളം പരീക്ഷണങ്ങൾ നേരിട്ടവരുമാണ് ഭരണി നക്ഷത്ര ജാതകർ. എന്നാൽ ആ സങ്കടങ്ങളൊക്കെ മാറി ആഗ്രഹിച്ച പല കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ ഇവർക്ക് സാധ്യമാകും. ഇത് ഈ ജൂൺ മാസം മുതൽ ഇവർ തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഇവർക്ക് കഴിയുന്ന സമയമാണ്. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് ഭരണി എത്തിയിരിക്കുന്നത്. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. ശിവഭഗവാന്റെ അനുഗ്രഹം ഇവർക്കുണ്ടാകും. ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം. ഭരണി നക്ഷത്ര ജാതകർ കമൻറ്റ് ബോക്സിൽ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. അടുത്ത നക്ഷത്രം, അഞ്ചാമത്തെ നക്ഷത്രം
രേവതിയാണ്. ജീവിതത്തിൽ ഏറ്റവും വലിയ തിരിച്ചുവരവിന് സാക്ഷ്യം വഹിക്കുന്നവരാണ് ഇവർ. രാജയോഗ തുല്യമായ ഫലങ്ങൾ ഈ കാലയളവിൽ ഇവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇവരുടെ സകല സങ്കടങ്ങളും മാറിക്കിട്ടും. ധനപരമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. സാമ്പത്തിക നേട്ടത്തിനൊപ്പം വസ്തുവകകൾ, കാറ്, അങ്ങനെ സകല സൗകര്യങ്ങളും വാങ്ങാനുള്ള ഒരു വലിയ ഭാഗ്യം, നേട്ടം, സർവീശ്വര്യം ഇവർക്ക് വന്നു ചേരും. ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറിക്കിട്ടും, രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അടുത്ത നക്ഷത്രം, ആറാമത്തെ നക്ഷത്രം വിശാഖമാണ്. ശത്രുതയും കുത്തുവാക്കുകളും കൊണ്ട് പൊറുതിമുട്ടിയ ഇവർക്ക് ഇനി മുതൽ സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും. ഭാഗ്യക്കുറി അടിക്കാനുള്ള സാധ്യത കാണുന്നു. ഒരു സുവർണ കാലഘട്ടത്തിൻ്റെ തുടക്കമായിരിക്കും ഈ ജൂൺ മുതൽ. തൊട്ടതെല്ലാം പൊന്നാക്കും ഇവർ. അടുത്ത നക്ഷത്രം, എല്ലാ രീതിയിലും സർവൈശ്വര്യം വന്നു ചേരുന്ന, ജൂൺ മാസം മുതൽ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ചേരുന്ന, ഏറ്റവും കൂടുതൽ അനുഗ്രഹം ലഭിക്കുന്ന നക്ഷത്രങ്ങളിൽ ഒന്ന് അശ്വതി നക്ഷത്രം തന്നെയാണ്. തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന സമയമാണിത്. ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറും, രക്ഷപ്പെടാൻ ഇവർക്ക് സാധിക്കും. എട്ടാമത്തെ നക്ഷത്രം ചിത്തിരയാണ്. കടുത്ത മാനസിക പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും കഴിയുന്ന ഇവർക്ക് ഭഗവതിയുടെ അനുഗ്രഹം ആശ്വാസം നൽകും. സകല പ്രതിസന്ധികളും മാറി കാര്യവിജയം ഇവർക്കുണ്ടാകും. അടുത്ത നക്ഷത്രം ഉത്രമാണ്. പാതി വഴിയിൽ മുടങ്ങിപ്പോയ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ഭഗവതി ഇവർക്ക് അവസരം നൽകും. കഠിനാധ്വാനത്തിൻ്റെ ഫലം അനുഭവിച്ചറിയാൻ സാധിക്കുന്ന സമയമാണ്. എല്ലാ രീതിയിലും നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. പത്താമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകമാണ്. ദീർഘകാലമായി കാത്തിരുന്ന വലിയൊരു സന്തോഷ വാർത്ത ഇവരെ തേടിയെത്തും. കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാൻ സാധ്യമാണ്. എല്ലാ രീതിയിലും ഉയർച്ചയാണ്. ഈ നക്ഷത്രക്കാർ ജൂൺ മാസക്കാലത്ത് ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. ഏതൊക്കെ ക്ഷേത്രത്തിൽ പോകണം, എന്തൊക്കെ വഴിപാടുകൾ നടത്തണം എന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. തീർച്ചയായും ഇനി നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമാണ്. ഒരുപാട് ഈ പറഞ്ഞ നക്ഷത്രജാതകർക്ക് ഒരുപാട് ശത്രുക്കളും അസൂയാലുക്കളും ചുറ്റുമുണ്ട് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അസൂയ, ശത്രുത തുടങ്ങിയ ഇവയൊക്കെ മൂലമുള്ള ഒരുപാട് ശത്രുദോഷങ്ങൾ നിങ്ങൾക്കുണ്ട്. അപ്പോൾ കരുതിയിരിക്കേണ്ട സമയമാണ്. എന്നാൽ ധാരാളം ധനമൊക്കെ വന്നു ചേരുന്ന സമയമാണ്. പുതിയ ആഗ്രഹിക്കുന്ന ചുറ്റുപാടിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കും. വലിയൊരു വിജയവും ഭാഗ്യവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും. ജീവിതത്തിൽ ഉറ്റവരിൽ നിന്നും ഉടയവരിൽ നിന്നും കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരികയും സഹായം ലഭിക്കുമെന്ന് കരുതിയ ആളുകളിൽ നിന്ന് ഒരു ഒറ്റപ്പെടൽ നിങ്ങൾ അനുഭവിച്ചവരുമാണ്. അപ്പോൾ ക്ഷേത്രദർശനം നടത്തണം. ശിവക്ഷേത്രത്തിൽ ധാര, പിൻവിളക്ക്, കൂവളമാല ഇവ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്, രക്ഷപ്പെടും, ഉറപ്പാണ്.